ശശി തരൂരിന്റെ പ്രവർത്തനം ആശങ്കയുണ്ടാക്കുന്നു എന്ന് ജോൺ ബ്രിട്ടാസ് എം പി പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കണം. ശശി തരൂർ പ്രതിപക്ഷത്തിന്റെ സന്ദേശവാഹകരായി പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗൗതം അനന്തനാരായണനാണ് ഇതിന്റെ വിവരങ്ങൾ നൽകേണ്ടത്. തരൂരിന്റെ പ്രവർത്തനം, അതായത് ഈ വിദേശ പര്യടന സംഘത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടതിന് ശേഷവും തിരികെ വന്ന ശേഷവുമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്ന് ജോൺ ബ്രിട്ടാസ് എം പി പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്ത് എന്ന് അറിയേണ്ടത് തീർച്ചയായും പ്രധാനമാണ്. ഗൗതം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, പ്രതിപക്ഷത്തിൻ്റെ സന്ദേശവാഹകരാകണം എന്ന് പറയുമ്പോൾ തന്നെ ഇത് ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ആശങ്ക ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിന്? വീണ, ശശി തരൂർ ഈ വിദേശ സന്ദർശനത്തിനിടയിൽ ഉടനീളം ഭാരതത്തിന്റെ നിലപാടുകളെ പ്രകീർത്തിക്കുകയും മാത്രമല്ല ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതാണിപ്പോൾ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഒരു കൂട്ടം പ്രതിപക്ഷ നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഘട്ടത്തിൽ ശശി തരൂര് കശ്മീരിൽ നടന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭീകരാക്രമണമാണെന്ന് ഉൾപ്പെടെയുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുകയും പാകിസ്ഥാനെതിരെ ഉപരോധം ഏർപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അതിൽ ഭാരത സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിച്ചതൊക്കെ. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തരൂരിനെ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്തിരുന്നു. കാരണം തരൂരിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസിലെ മറ്റ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ടാകാം പ്രധാനമന്ത്രി പ്രത്യേകം അദ്ദേഹത്തെ അഭിനന്ദിച്ചത്. എന്തായാലും അതിനെയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി വിമർശിച്ചിരിക്കുന്നത്. തരൂരിന്റെ പ്രവർത്തനങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. പ്രതിപക്ഷത്തിന്റെ സന്ദേശവാഹകരായി മാറണം തരൂർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ശശി തരൂർ സർക്കാരിനെ പ്രകീർത്തിക്കുന്നതാണ് ജോൺ ബ്രിട്ടാസിനെ അലോസരപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തരൂരിനെതിരെ പരോക്ഷമായ വിമർശനം ഈ ജോൺ ബ്രിട്ടാസ് എം പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഓക്കെ, ശരി ഗൗതം. കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ് എം പി ആവശ്യപ്പെടുന്നു.